ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നാഥ. ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലമായിരിക്കുന്നത് ഓരോരുത്തരുടെ വ്യക്തിപരമായ ജീവിതത്തിന്, ആത്മീക ജീവിതത്തിന് കർത്താവേ ഹല്ലേലൂയ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നതിനേക്കാൾ ഉപരി ബലത്തോടെ മടങ്ങുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടെയോ പ്രയാസത്തോടെയോ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന കർത്താവ്, ഞങ്ങളുടെ ഉള്ളത്തെ ശോധന ചെയ്യുന്ന കർത്താവ് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇത് പകൽക്കാലം പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ടല്ലോ കർത്താവെ, അത് ആസ്വദിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ദൈവകരങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ സമർപ്പിക്കട്ടെ. യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവരെയും ബലപ്പെടുത്തുമാറാകണമേ കർത്താവെ. അവരും കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങ് മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണമേ. നല്ല ഗാനങ്ങളെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. സ്തോത്രം ചെയ്യുന്നു. നല്ല കർത്താവെ സാക്ഷ്യങ്ങളെ എഴുന്നേൽപ്പിക്കുമാറാകണമേ. നല്ല സങ്കീർത്തനങ്ങളെ ഞങ്ങൾക്ക് നൽകുമാറാകണമേ കർത്താവെ. ഇന്ന് പകൽക്കാലവും അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമേശ് ഞങ്ങളുടെ മധ്യയുണ്ടല്ലോ, അതിൽ നിന്ന് ഭാഗവാക്കളാകുവാൻ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തുകയാണ്. സകല മാനവും മഹത്വവും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് മാത്രം തരുന്നു, യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ചേർന്നൊരു ഗാനം പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. സ്തോത്രമേ, സ്തോത്രമേ പ്രിയ യേശു രാജനെന്നും സ്തോത്രം, പ്രിയ യേശു രാജനെന്നും സ്തോത്രം. ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. സ്തോത്രമേ, സ്തോത്രമേ പ്രിയ യേശു രാജനെന്നും സ്തോത്രം, പ്രിയ യേശു രാജനെന്നും സ്തോത്രം. സ്തോത്രമേ, സ്തോത്രമേ പ്രിയ യേശു രാജനെന്നും സ്തോത്രം, പ്രിയ യേശു രാജനെന്നും സ്തോത്രം. പാപവും അതിൻ പരമം ശാപങ്ങളുമെല്ലാം, പാപവും അതിൻ പരമം ശാപങ്ങളുമെല്ലാം ക്രൂശിലേറ്റ സ്നേഹത്തെ ഞാൻ ഓർത്തു നന്ദിയോടെ നിന്നടി വണങ്ങി, നന്ദിയോടെ നിന്നടി വണങ്ങി. സ്തോത്രമേ, സ്തോത്രമേ പ്രിയ യേശു രാജനെന്നും സ്തോത്രം, പ്രിയ യേശു രാജനെന്നും സ്തോത്രം. ദൂത സഞ്ജയമെനിക്കു കാവലാക്കി തന്നു, ദൂത സഞ്ജയമെനിക്കു കാവലാക്കി തന്നു. ദൂതരേക്കാൾ ശ്രേഷ്ഠമായ സ്ഥാനം ദാനമായി തന്നതിനെയോർത്തു, ദാനമായി തന്നതിനെയോർത്തു. സ്തോത്രമേ, സ്തോത്രമേ പ്രിയ യേശു രാജനെന്നും സ്തോത്രം, പ്രിയ യേശു രാജനെന്നും സ്തോത്രം. ഞാനിനി ഭയപ്പെടുവാൻ ദാസ്യാത്മാവേ അല്ല, ഞാനിനി ഭയപ്പെടുവാൻ ദാസ്യാത്മാവേ അല്ല. പുത്രത്വത്തിൻ ആത്മാവിനാലെ എന്നെ പുത്രനാക്കി തീർത്ത കൃപയോർത്തു, പുത്രനാക്കി തീർത്ത കൃപയോർത്തു. ആമേൻ. സ്തോത്രമേ, സ്തോത്രമേ പ്രിയ യേശു രാജനെന്നും സ്തോത്രം, പ്രിയ യേശു രാജനെന്നും സ്തോത്രം. സ്വർഗരാജ്യത്തിൻ വിശിഷ്ട വേല എനിക്കേകി, സ്വർഗരാജ്യത്തിൻ വിശിഷ്ട വേല എനിക്കേകി. സ്വർഗീയാമ ഭണ്ഡാരത്തിലെന്റെ സ്വർഗനാഥൻ കാവലാക്കി സ്തോത്രം, സ്വർഗനാഥൻ കാവലാക്കി സ്തോത്രം. സ്തോത്രമേ, സ്തോത്രമേ പ്രിയ യേശു രാജനെന്നും സ്തോത്രം, പ്രിയ യേശു രാജനെന്നും സ്തോത്രം. പാപത്തിനടിമയിൽ ഞാൻ വീണിടാതെ എന്നും, പാപ
പ്രിയ യേശു രാജനെന്നും സ്തോത്രം പ്രിയ യേശു രാജനെന്നും സ്തോത്രം എണ്ണമില്ലാതുള്ള നിന്റെ വൻകൃപകളോർത്തു എണ്ണമില്ലാതുള്ള നിന്റെ വൻകൃപകളോർത്തു എണ്ണി എണ്ണി നന്ദിയാൽ നിറഞ്ഞു എണ്ണാമെന്നെ വന്ദനം തരുന്നു എണ്ണാമെന്നെ വന്ദനം തരുന്നു സ്തോത്രമേ സ്തോത്രമേ പ്രിയ യേശു രാജനെന്നും സ്തോത്രം പ്രിയ യേശു രാജനെന്നും സ്തോത്രം സ്വർഗരാജ്യത്തിന്മേൽ ശിഷ്ടവേല എനിക്കേകി സ്വർഗരാജ്യത്തിന്മേൽ ശിഷ്ടവേല എനിക്കേകി സ്വർഗീയാമ ഭണ്ഡാരത്തിനെന്നെ സ്വർഗനാഥൻ കാവലാക്കി സ്തോത്രം സ്വർഗനാഥൻ കാവലാക്കി സ്തോത്രം സ്തോത്രമേ സ്തോത്രമേ പ്രിയ യേശു രാജനെന്നും സ്തോത്രം ഹല്ലേലൂയ യേശു രാജനെന്നും സ്തോത്രം പാപത്തിനടിമയിൽ ഞാൻ വീണിടാതെ എന്നോ പാപത്തിനടിമയിൽ ഞാൻ വീണിടാതെ എന്നോ പാവനാമം പാതയിൽ നടത്തി പാവനാത്മ കാത്തിടുന്നതോർത്തു പാവനാത്മ കാത്തിടുന്നതോർത്തു ആമേൻ സ്തോത്രമേ സ്തോത്രമേ പ്രിയ യേശു രാജനെന്നും സ്തോത്രം പ്രിയ യേശു രാജനെന്നും സ്തോത്രം ഓരോ നാളും ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റി ഓരോ നാളും ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റി ഭാരമെല്ലാം ഭാരമേന്യെ കാത്തിടുന്നതോർത്തു ഭാരമേന്യെ കാത്തിടുന്നതോർത്തു സ്തോത്രമേ സ്തോത്രം പ്രിയ യേശു രാജനെന്നും സ്തോത്രം പ്രിയ യേശു രാജനെന്നും സ്തോത്രം എണ്ണമില്ലാതുള്ള നിന്റെ വൻകൃപകളോർത്തു എണ്ണമില്ലാതുള്ള നിന്റെ വൻകൃപകളോർത്തു എണ്ണി എണ്ണി നന്ദിയാൽ നിറഞ്ഞു എണ്ണാമെന്നെ വന്ദനം തരുന്നു എണ്ണാമെന്നെ വന്ദനം തരുന്നു സ്തോത്രമേ സ്തോത്രമേ പ്രിയ യേശു രാജനെന്നും സ്തോത്രം പ്രിയ യേശു രാജനെന്നും സ്തോത്രമേ 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 പ്രിയ യേശു രാജനെന്നും സ്തോത്രം പ്രിയ യേശു രാജനെന്നും സ്തോത്രമേ 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 പ്രിയ യേശു രാജനെന്നും സ്തോത്രം പ്രിയ യേശു രാജനെന്നും സ്തോത്രം Hallelujah. Glory, 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 glory. Hallelujah, hallelujah, hallelujah. Oh, hallelujah. Glory, 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 glory. Hallelujah, hallelujah. Ora kara bashara, kara 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 kara. Hallelujah. Glory, glory, kara mara hashandara. hallelujah, hallelujah. Kara mara mara hauda bar. Glory, glory, Kara kara hallelujah. Amen, amen. Hallelujah. kara Hallelujah. mara mara hauda. Glory, glory. Mara mara hauda bar. ഞങ്ങളെ പരിശുദ്ധനെ അങ്ങേക്ക് മഹത്വം അങ്ങേക്ക് മഹത്വം Hallelujah, 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 hallelujah.
Hallelujah. Thank you, Jesus. Hallelujah. 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 നമുക്ക് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ വീണ്ടും അടച്ച് തുടർന്നുള്ള ശുശ്രൂഷകളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. സ്തോത്രം. വീണ്ടും ഗാനങ്ങൾ പാടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മെ കർത്താവിനെ വീണ്ടും മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം നമ്മോട് ഇടപെടേണ്ടതിന്, ദൈവം നമ്മോട് സംസാരിക്കേണ്ടതിന്, അവിടുത്തെ ആരുള്ള പാട് നമ്മോട് അറിയിക്കേണ്ടതിന്, ഇന്ന് പകൽക്കാലം നാം കടന്നു വന്നത് നമ്മെ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കടന്നു വന്നിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. തുടർന്നുള്ള ശുശ്രൂഷകളെ ഏൽപ്പിക്കാം. നല്ല സങ്കീർത്തനങ്ങളെ, നല്ല സാക്ഷ്യങ്ങളെ, നമ്മെ നല്ല പ്രബോധനങ്ങളെ കർത്താവ് എഴുന്നേൽപ്പിക്കുവാൻ നമ്മെ സ്തോത്രം. ഇന്ന് പ്രഭാതത്തിലെ നമ്മുടെ ഈ ആരാധന നമ്മുടെ ഏവരുടെയും ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന്, തിരുമേശ നമ്മുടെ മതിയുണ്ടല്ലോ, അതിൽ നിന്ന് ഭാഗവാക്കളാകുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുമല്ലോ. പരിശുദ്ധനുമായ ദൈവമേ, സ്വർഗീയ നല്ല കഥാവേ, മനോഹരമായ പ്രഭാതത്തിനായ ദൈവത്തിന് നന്ദി പറയുന്ന കഥാവേ, സംഭവമായ ഒരാഴ്ചക്കാലം ഞങ്ങളെ വിട്ട് കടന്നുപോയി കഥാവേ, വരാമായിരുന്ന ആപത്തുകൾ അപകടമൊക്കെ വിടുവിച്ച് ദൈവം സൂക്ഷിച്ച് പരിപാലിച്ച് വിധങ്ങൾക്കായ ദൈവത്തിന് നന്ദി പറയുന്ന കഥാവേ, പ്രഭാതത്തിൽ കഥാവേ സഭയായ ദിവസത്തിൽ കടന്നു വന്ന് കഥാവിനെ ആരാധിപ്പാൻ ദൈവം ഒരുക്കിയ സാവകാശങ്ങൾക്കായ ദൈവത്തിന് നന്ദി പറയുന്ന കഥാവേ, കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കഥാവേ, അവിടുന്ന് സഹായിക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്ന കഥാവേ, കടന്നു വരാനുള്ളവരെയും തക്ക സമയത്ത് കൂട്ടിവരുത്തുമാറാകണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു കഥാവേ. ഹല്ലേലൂയ. പാടുവാൻ ഞാൻ കൃപ തന്നതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു കഥാവേ. പിന്നെയും കഥാവെ പ്രാർത്ഥിപ്പാൻ കൃപ ചെയ്യുന്നതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു കഥാവേ. അവിടുന്ന് അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം ഞങ്ങൾക്ക് നൽകി തരുമാറാകണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു കഥാവെ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളെ ഞങ്ങളുടെ മുൻപിൽ എഴുന്നേൽപ്പിക്കുമാറാകണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു കഥാവെ. അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും രോഗത്തിലെ പ്രയാസത്തിൽ ബുദ്ധിമുട്ടിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കഥാവെ, ആരാധന കഴിയുമ്പോൾ ദൈവമേ ഒരു വിടുതൽ പ്രാപിച്ച് കടന്നു പോകുവാൻ ദൈവം സഹായിക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു കഥാവെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകി തരുമാറാകണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു കഥാവെ. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളുടെ ദൈവദാസനായ സ്തോത്രം ചെയ്യുന്നു കർത്താവ്. സഹായിക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദിവസങ്ങൾ ഞങ്ങൾ നയിപ്പാൻ ആവശ്യമായ കൃപ അവിടുന്ന് പകരുന്നത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവെ. പിന്നെയും കർത്താവ് പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യം ബലവും കൊടുത്ത് കർത്താവ് സൂക്ഷിക്കണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്തൃമേശ് ഞങ്ങളുടെ മുമ്പിലുണ്ടല്ലോ കർത്താവെ. പ്രാഗൽഭ്യത്തോടെ അതിൽ നിന്ന് കൈനീട്ടുവാൻ ദൈവം സഹായിക്കണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കും ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുമാറാകണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവെ അതിഥികളായി കടന്നു വന്നിരിക്കുന്ന ദേവദാസന്മാർക്കായ സ്തോത്രം ചെയ്യുന്നു കർത്താവ്. സഹായിക്കണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ കൗൺസിലിനായ സ്തോത്രം ചെയ്യുന്നു, ഞങ്ങളുടെ പുതിയ സംഘടനകൾക്കായ സ്തോത്രം ചെയ്യുന്ന എല്ലാ ദൈവസന്നിധി കർത്താവെ അനുഗ്രഹത്തിന് കാരണമാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഞങ്ങൾ സന്നിധിയിലായിരിക്കുന്നത് ഞങ്ങൾക്ക് വിടുതലിന് കാരണമായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നത് തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 8-ാം സങ്കീർത്തനം വാക്യ പ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. 8-ാം സങ്കീർത്തനം അതിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ, 8-9 വാക്യങ്ങൾ ചേർന്ന് പാടിയും കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. സാംസ് നമ്പർ 8. സാംസ് നമ്പർ 8, 8-ാം സങ്കീർത്തനം. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ നീ അവനെ ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. ആടുകളെയും കാളകളെയും എല്ലാ കാട്ടിലെയും മൃഗങ്ങളെയൊക്കെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും ശ്രേഷ്ഠമായിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഒരല്പസമയം നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിന് മഹത്വം കരേറ്റാമല്ലോ. എല്ലാ ദരങ്ങളും തുറന്ന് ഒരല്പസമയം കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് നടത്തിയ വിധങ്ങളെ ഓർത്ത്, അവിടുന്ന് പരിപാലിച്ച വിധങ്ങളെ ഓർത്ത്, അവിടുന്ന് കരുതിയ വിധങ്ങളെ ഓർത്ത്, ഈ നിമിഷം വരെ നാം നിന്നതല്ലല്ലോ, കർത്താവ് നമ്മെ നിർത്തിയതല്ലേ. അവിടുത്തെ കൃപയെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ അവിടുന്ന് ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് എത്രയെത്ര അനർത്ഥങ്ങൾ നാം മുന്നിൽ കണ്ടവരാ. എന്നാൽ അതിലൊന്നും വീണു പോകാതെ വണ്ണം സ്വർഗത്തിലെ ദൈവത്തിന്റെ കരവും പരിപാലനവും നമ്മോട് കൂടെ ഇരുന്നതോർത്ത് ഹല്ലേലൂയ. ഓരകരമശന്തരാജകൽ കൗടപാരകല നന്ദിയുള്ള ഹൃദയത്തോടെ Thank you, Jesus. Hallelujah, hallelujah, hallelujah. Hallelujah. Thank you, Jesus. Hallelujah. ആമേ. ഹല്ലേലൂയ. ജീവിത യാത്രയിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ കടന്നു വന്നപ്പോൾ നമ്മെ ആരുമില്ല എന്ന് തോന്നിയ സാഹചര്യങ്ങളിൽ നമ്മെ കൈവിടാതെ നമ്മെ നടത്തിയ നമ്മുടെ കർത്താവ്, നമ്മെ ഇന്നുവരെ കൊണ്ടുവന്ന നമ്മുടെ കർത്താവ്, നമ്മെ കരം പിടിച്ചുയർത്തിയ നമ്മുടെ കർത്താവ് എന്ന പകൽക്കാലവും നമ്മെ സഹായിപ്പാൻ, നമ്മെ കരുതുവാൻ, നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ താങ്ക് യു ജീസസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ. നാം നന്ദിയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ചേർന്നൊരു ഗാനം പാടാം. പാലിൽ പാർക്കും അൽപായുസിൽ ഭാരങ്ങൾ അധികം വേണ്ടിനി, കാരിനും പാണിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഭാരങ്ങളധികം വേണ്ടിനി, കാരീരും വാണിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും. പാദങ്ങൾ വച്ചിടും. നീങ്ങി പോകാത്ത ഭാരമേ, എനിക്കായി പിളർന്ന ഭാരമേ, എനിക്കായി പിളർന്ന ഭാരമേ. വൻതീരകളലറുമ്പോ തീരം വിട്ടു ഞാൻ പോകുമ്പോ, എൻ പാടകിൽ ഞാൻ ഏകനായി ആശയറ്റെന്നു തോന്നുമ്പോ, ചാരത്തുണ്ടെന്ന് തോന്നുന്ന പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ, പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ. ആരിൽ പാർക്കും അൽപായുസിൽ ഭാരങ്ങളധികം വേണ്ടിനി, ആയിരം പാണിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും. ഞാനും പാദങ്ങൾ വച്ചിടും. നീങ്ങി പോകാത്ത പാറമേ, എനിക്കായി പിളർന്ന പാറമേ, എനിക്കായി പിളർന്ന പാറമേ. ദുഃഖങ്ങളേറുമ്പോ പീഡകളേറുമ്പോ, ക്രൂശിൽ പങ്കടേറ്റതാ യേശു മാത്രമെന്നഭയം. മാറിൽ
മോഹം മണ്ണിലുപേക്ഷിച്ചു പ്രാണൻ പ്രിയനിൽ ചേരുമ്പോ ഓടാന്തരങ്ങൾ താണ്ടിടും യാത്രയിലും പ്രിയൻ തുണ കാണും മാറുകരയിൽ ഞാൻ വീണ്ടെടുത്തോരിൽ സംഘത്തെ എന്നെ കാത്തു നിൽക്കും സംഘത്തെ എന്നെ കാത്തു നിൽക്കും സംഘത്തെ കണ്ണുകൾ കാണാമറുകര ഇമ്പങ്ങൾ വീയും തീരങ്ങൾ സ്വർണ്ണ സാരപ്പടികളാ കണ്ണഞ്ചിക്കുന്ന വീതികൾ എൻ സ്വന്തമായി തീരുമ്പോ യേശുവിൻ പാദം മുത്തും ഞാൻ ഓൻ വീണകളിൽ പാടും ഞാൻ ഓൻ വീണകളിൽ പാടും ഞാൻ പാരിൽ പാർക്കുമൽ പായുസിൽ ഭാരങ്ങളധികം വേണ്ടി നീ ആഴിയും വാഴിയേറ്റവൻ ഭാരങ്ങൾ വാങ്ങിച്ചിടും ഞാനും പാദങ്ങൾ വെച്ചിടും നീങ്ങി പോകാത്ത പാറമേ എനിക്കായി പിളർന്ന പാറമേ എനിക്കായി പിളർന്ന പാറമേ ഞാനും പാദങ്ങൾ വെച്ചിടും പോകാത്ത പാറമേ എനിക്കായി പിളർന്ന പാറമേ എനിക്കായി പിളർന്ന പാറമേ എനിക്കായി പിളർന്ന പാറമേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു ഗാനവും കൂടെ ചേർന്ന് കരങ്ങളെ അടിച്ചു പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനെ, നാഥൻ നാൾ തോറും ചെയ്യുന്ന നന്മകൾ ഓർത്ത് പാടുക നീ എന്ന് മനമേ ചേർന്ന് പാടി കർത്താവിന് നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താമല്ലോ. സ്തുതിയൻ മനമേ, സ്തുതികളിലുന്നതനെ, നാഥൻ നാൾ തോറും ചെയ്യുന്ന നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. അമ്മയെ പോലെ താലോലിച്ചണച്ചിടുന്നു, അമ്മയെ പോലെ
തന്റെ മാർവിൽ ദിനം ദിനമാ സമാധാനമായി കിടന്നുറങ്ങാം തന്റെ മാർവിൽ ദിനം ദിനമാ തന്റെ മാർവിൽ ദിനം ദിനമാ ആമേൻ സ്തുതി സ്തുതിയന്മാരാമേ സ്തുതികളിലും നാഥനേ നാഥൻ നാൾതോറും ചെയ്യുന്ന നന്മകളോട് പാടുക നീയെന്നും മനമേ പാടുക നീയെന്നും മനമേ കഷ്ടങ്ങളേറിടുമ്പോൾ എനിക്കേറ്റം അടുത്ത തുണയാ കഷ്ടങ്ങളേറിടുമ്പോൾ എനിക്കേറ്റം അടുത്ത തുണയായി കൊരവൈരി നടുവിലവൻ േശലാമുക്കൊരുക്കുമല്ലോ േശലാമുക്കൊരുക്കുമല്ലോ കൊരവൈരിயின் നടുവിലവൻ േശലാമുക്കൊരുക്കുമല്ലോ േശലാമുക്കൊരുക്കുമല്ലോ ആമേൻ സ്തുതി സ്തുതിയൻ മനമേ സ്തുതികളിലും നാഥനേ നാഥൻ നാൾതോറും ചെയ്യുന്ന നന്മകളോർത്ത് പാടുക നീയെന്നും മനമേ പാടുക നീയെന്നും മനമേ ഭാരത്താൽ വലഞ്ഞിടിലോ ധീരരോഗത്താൽ അലഞ്ഞിടിലോ ഭാരത്താൽ വലഞ്ഞിടിലോ ധീരരോഗത്താൽ അലഞ്ഞിടിലോ ഇളനീടുന്നോരടിപ്പിണരാ തന്നിടും നിരോഗസൗഖ്യം തന്നിടും നിരോഗസൗഖ്യം വിളർന്നിടുന്നൊരടിപ്പിണരാ തന്നിടും നിരോഗസൗഖ്യം തന്നിടും നിരോഗസൗഖ്യം ഓ സ്തുതി സ്തുതിയൻ മനമേ സ്തുതികളിലും നാഥൻ നാൾതോറും ചെയ്യുന്ന നന്മകളോട് പാടുക നീയെന്നും മനമേ പാടുക നീയെന്നും മനമേ ഓ നാഥൻ നാൾതോറും ചെയ്യുന്ന നന്മകളോട് പാടുക നീയെന്നും മനമേ പാടുക നീയെന്നും മനമേ സഹായ ശൈലമവേ സങ്കേതവും കോട്ടയും സഹായ ശൈലമവേ സങ്കേതവും കോട്ടയും നടുങ്ങിടുകില്ലായതിനാ തൻ കരുണ ബഹുലമഹോ തൻ കരുണ ബഹുലമഹോ നടുങ്ങിടുകില്ലായതിനാ തൻ കരുണ ബഹുലമഹോ തൻ കരുണ ബഹുലമഹോ ആമേൻ സ്തുതി സ്തുതിയൻ മനമേ സ്തുതികളിലും നാഥനേ നാഥൻ നാൾതോറും ചെയ്യുന്ന നന്മകളോട് പാടുക നീയെന്നും മനമേ പാടുക നീയെന്നും മനമേ നാഥൻ നാൾതോറും ചെയ്യുന്ന നന്മകളോട് പാടുക നീയെന്നും മനമേ പാടുക നീയെന്നും മനമേ അമ്മയെ പോലെ താരേ താലോലിച്ചണച്ചിടുന്നു അമ്മയെ പോലെ താരേ താലോലിച്ചണച്ചിടുന്നു സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാർവിൽ ദിനം ദിനമാ തന്റെ മാർവിൽ ദിനം ദിനമാ സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാർവിൽ ദിനം ദിനമാ തന്റെ മാർവിൽ ദിനം ദിനമാ ഓ സ്തുതി സ്തുതിയൻ മനമേ ആമേൻ സ്തുതികളിലും നാഥൻ നാൾതോറും ചെയ്യുന്ന നന്മകളോട് പാടുക നീയെന്നും മനമേ പാടുക നീയെന്നും മനമേ ഓ നാഥൻ
നാഥൻ നാൾതോറും ചെയ്യുന്ന നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. ഓ നാഥൻ നാൾതോറും ചെയ്യുന്ന നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. ഓ നാഥൻ നാൾതോറും ചെയ്യുന്ന നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. ഓ praise the Lord, Glory, 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 glory. Hallelujah. കർത്താവേ, തുടർന്നുള്ള സമയങ്ങളും ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ, അവിടുന്ന് ഞങ്ങളോട് ഇടപെടുമാറാകണമേ. ദൈവകരങ്ങളിലേക്ക് അടിയങ്ങളെല്ലാവരെയും സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ഈ ആലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. വിശേഷ കർത്താവിൻ്റെ ദാസന്മാർ പാസ്റ്റർ അനി, പാസ്റ്റർ ജേക്കബ്, മറ്റ് ദൈവദാസന്മാർ, നമ്മുടെ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവർ, എൽഡേഴ്സ് ആയിട്ടുള്ള പ്രിയപ്പെട്ടവർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് നമ്മെ ഓരോ ദിവസവും പരിപാലിക്കുകയും അതിശയകരമായി നടത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം വായിച്ച സങ്കീർത്തനത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. നമ്മളെ വായിച്ച സങ്കീർത്തനം 8-ാം സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം അതിൻ്റെ ആരംഭം മുതൽ തന്നെ നാം വായിക്കുമ്പോൾ ഒരു ജ്യോതിശാസ്ത്ര സങ്കീർത്തനമായി ഈ സങ്കീർത്തനത്തെ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഈ സങ്കീർത്തനം ഒരു ആഹ്ലാദത്തിൻ്റെ, ഒരു സന്തോഷത്തിൻ്റെ സങ്കീർത്തനമാണ്.
സങ്കീർത്തനക്കാരനായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ സ്തോത്രം സന്തോഷവും ആഹ്ലാദവും ഉണ്ടായ സമയത്ത് രചിച്ച ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അതാണ് അതിൻ്റെ ഒന്നാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, ഞങ്ങളുടെ കർത്താവ് യഹോവേ, നിൻ്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിൻ്റെ തേജസ് വെച്ചിരിക്കുന്നു. സ്തോത്രം. ഈ കർത്താവ് യഹോവേ എന്ന പദത്തിന് ഹീബ്രുവിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം അഡോണായി എന്നാണ്. അതിന് നമ്മുടെ അധികാരി, നമ്മെ നിയന്ത്രിക്കുന്നവൻ, നമ്മുടെ ന്യായാധിപതി എന്നെല്ലാം അതിനർത്ഥമുണ്ട്. അങ്ങനെയെങ്കിൽ സകലത്തെയും നിയന്ത്രിക്കുന്ന സകലത്തിൻ്റെയും പരമാധികാരിയായ സ്വർഗത്തിലെ ദൈവത്തെ വാഴ്ത്തി മഹത്വപ്പെടുത്തിക്കൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുക, ഞങ്ങളുടെ കർത്താവ് യഹോവേ, നിൻ്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. അതേ വാക്യം തന്നെ കൊണ്ടാണ് ആ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത്. ഞങ്ങളുടെ കർത്താവ് യഹോവേ, നിൻ്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധി കടന്നു വന്നിരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് പറയുവാൻ കഴിയട്ടെ, നമ്മുടെ കർത്താവിൻ്റെ നാമം അത് ഈ ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായ നാമമാ. ആ നാമം ഉന്നതമായ നാമമാ. ആ നാമം സകല നാമത്തിലും മേലായ നാമമാ. സകല അധികാരവും ഉൾപ്പെട്ടിരിക്കുന്ന അടങ്ങിയിരിക്കുന്ന നാമമാണ് നമ്മുടെ കർത്താവിൻ്റെ നാമം. സ്തോത്രം. അതിൻ്റെ രണ്ടാമത്തെ വാക്യം, നിൻ്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകനെയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം കൽപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. ശക്തന്മാരെ തകർക്കുന്നതിന് ദൈവം ബലഹീനരെ അല്ലെങ്കിൽ ബലഹീനതയെ ഉപയോഗിക്കുന്നു എന്ന് സ്തോത്രം സങ്കീർത്തനക്കാരൻ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ചിലപ്പോൾ താൻ ഒരു പക്ഷെ ചിന്തിച്ചു കാണും, താൻ ബാലനായിരിക്കുന്ന ആ സാഹചര്യത്തിൽ ഗോലിയാത്തിനെതിരെ വിജയം വരിച്ച ആ സംഭവം തൻ്റെ മനസ്സിൽ കടന്നു വന്നിട്ട് താൻ ഇപ്രകാരം പറയുക, അതെ, ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ ബലഹീനരായവരെ, പൈതങ്ങളെ സ്വർഗത്തിലെ ദൈവം ഉപയോഗിക്കുന്ന ദൈവമാണ്. സ്തോത്രം. അത് താഴോട്ടൊരു വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സ്തോത്രം, മർത്യനെ ഓർക്കേണ്ടതിന് അവനെന്താ, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന്. സ്തോത്രം. ദൈവത്തിൻ്റെ സകല സൃഷ്ടിയെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്തോത്രം, മനുഷ്യൻ്റെ ദൈവത്തിൻ്റെ കരവിരുതായ മനുഷ്യൻ എന്തുമാത്രമാണ്. എന്നാൽ ഈ മനുഷ്യന് ദൈവം അതിയായ പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന് അതിൻ്റെ 6 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. 5 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവർത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവൻ്റെ കാൽ കീഴെയാക്കിയിരിക്കുന്നു. സ്തോത്രം. സകലതും അവൻ്റെ കാൽ കീഴെ ആക്കി വെച്ചിരിക്കുകയാണ്. സ്തോത്രം. ഈ മനുഷ്യന് ഒന്നുമല്ലാത്ത ഈ സകല സൃഷ്ടികളെയും വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഒന്നുമല്ലാത്ത ഈ മനുഷ്യന് നീ സകല അധികാരവും നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് സ്തോത്രം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതെ, ഒന്നുമല്ലാത്ത നമ്മെ ഓർക്കുന്ന ഒരു കർത്താവ്. ഇന്ന് പകൽക്കാലം ബലഹീനരായവരെ ഉപയോഗിക്കുന്ന ഒരു കർത്താവ്. സ്തോത്രം. ഇന്ന് പകൽക്കാലവും നമ്മോട് കൂടെയുള്ളത് കൊണ്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പറയാം, അതെ, ഈ കർത്താവിൻ്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. തുറന്നുള്ള സമയം സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ പഠിച്ച വാക്യം പറയും. All children can stand together and they will recite the Bible verse. Gino Jos will come forward and will lead the session. Praise the Lord. Ephesians 6 verses 1 to 3. Children, obey your parents in the Lord, for this is right. Honor thy father and mother, which is the first commandment, with promise, that it may be well with thee, and thou mayest live long on the earth. Amen. 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 Shout hallelujah 3 times. Amen. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം.
നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് എഴുന്നേറ്റ് നിന്ന് വാക്യം പറയുവാനൊക്കെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. സ്വർഗത്തിലെ ദൈവമേ, അവിടുന്ന് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, അവരുടെ പഠനത്തെ അനുഗ്രഹിക്കണമേ, അവരുടെ യാത്രകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, ദൈവം അവരെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. യു ഓൾ മേ ബി സീറ്റഡ്. മുതിർന്ന പ്രിയപ്പെട്ടവർക്ക് സാക്ഷ്യത്തിനുള്ള സമയമാണ്. സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നവർ എഴുന്നേറ്റ് സാക്ഷ്യം പറയും. ആരുമില്ല എന്ന് കരുതുന്നു. സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ രംഗം മനമേ നടത്തിയ വിധങ്ങളെ ഓർത്താൽ നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം. മനമേ നടത്തിയ വിധങ്ങളെ ഓർത്താൽ ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങയ്ക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങയ്ക്കു നന്ദി. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു നിൻ പലർക്കു മുന്നിൽ. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു നിൻ പലർക്കു മുന്നിൽ. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. ആരാധന 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 ആരാധന. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങയ്ക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങയ്ക്കു നന്ദി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു നിമിഷമാണ് സാക്ഷിയായി നിൽപ്പാൻ കിട്ടിയ അവസരത്തിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ ഞാൻ ഇവിടെ കടന്നു വന്നിട്ട് ഏകദേശം 2 മാസത്തോളമായി. വിസിറ്റിങ്ങിനായി കടന്നു വന്നതാണ്. പ്രത്യേകാടിനൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചു. കഴിഞ്ഞ ഒരു മാസം ഒരു കമ്പനിയിൽ ട്രെയിനിങ്ങിനായി കയറുവാൻ ദൈവം സഹായിച്ചു. പ്രത്യേകാൽ ഇപ്പോൾ ആ കമ്പനി തന്നെ സ്ഥിരമായി. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ്. പ്രത്യേകാൽ പാസ്റ്ററുടെയും കുടുംബത്തെയും പ്രാർത്ഥിച്ചതിനായി ഓർത്ത് നന്ദി പറയുന്നു. എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്നുകൊള്ളുന്നു. ആമേൻ. സ്തോത്രം. അവനെ പേര് ഞാനങ്ങ് വിട്ടുപോയായിരുന്നു. റോബിൻ. ഓക്കെ. കർത്താവിൽ ആദരണീയനായ സഭയുടെ ശുശ്രൂഷകനും സഭാ സെക്രട്ടറിയും മറ്റ് ഭാരവാഹികൾ എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകലിൽ ഇവിടെയുള്ള വിശുദ്ധ സഭായോഗത്തിൽ എനിക്കും പങ്കുചേരുവാൻ സർവ്വകൃപാലുവായ കർത്താവ് നൽകിയ ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒമാൻ എന്ന് പറയുന്ന ദേശത്ത് ആദ്യമായിട്ടാണ് കടന്നു വരുന്നത്. ആദ്യമായി വന്നപ്പോൾ കൂടിയ ഒരു സഭയാണ് ഈ സഭ. ഞാൻ നാളെ തിരികെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും. അവസാനമായി ഈ ആരാധനയിലൊന്ന് സംബന്ധിക്കണമെന്നൊരു ആഗ്രഹത്തോടെയാണ്
ഇവിടെ കടന്നു വന്ന് ദൈവത്തെ സാക്ഷീകരിക്കുവാൻ അവിടുന്ന് അവസരം ആഗ്രഹിച്ചത്. എൻ്റെ പേര് മോഹൻദാസ് എന്നാണ്. ഞാൻ ജനിച്ചത് മല്ലപ്പള്ളി ആനിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പോൾ ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ കൊടുങ്ങൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. കഴിഞ്ഞ 33 വർഷത്തോളമായി IPCയിൽ ഒരു ശുശ്രൂഷകനായിട്ട് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് ഹിന്ദുക്കളും അതുപോലെ തന്നെ നാമധേയ ക്രൈസ്തവരും തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്താണ്. ഒരു കൊടുങ്ങൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ടൗണിൽ ഒരു ബിൽഡിംഗ് വാടകയ്ക്കെടുത്ത് അവിടെ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയുള്ള എല്ലാവരും ആ ആരാധനയെ വഹിച്ച് പ്രാർത്ഥിക്കണം. കൂടാതെ ഞാൻ ദീർഘവർഷങ്ങളായി വാടക വീടുകൾ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു വീടുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രണ്ടാമതായിട്ട് എൻ്റെ മോന് BSc നേഴ്സിങ്ങിന് പഠിക്കുന്നു. മോൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും ഈ ഇവിടെയുള്ള കർത്താവിൻ്റെ വിലപ്പെട്ട ദൈവദാസനും ഈ സഭയും ഈ 2 വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ റോബിനെ ദൈവകരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. റോബിൻ പറഞ്ഞതുപോലെ ആമേൻ, സ്തോത്രം, ഒരു കമ്പനിയിൽ കർത്താവ് നല്ലൊരു ജോലി നൽകി കൊടുത്തല്ലോ. ആമേൻ, സ്തോത്രം, ദൈവം വീണ്ടും ബലപ്പെടുത്തേണ്ടതിനായിട്ട്, അനുഗ്രഹിക്കേണ്ടതിന്, ആമേൻ, സ്തോത്രം, ആ ജോലി ചെയ്യുന്ന സമയങ്ങളിലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യവും കൃപയും കൂടിയിരിക്കേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രിയ റോബിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാമല്ലോ. ആമേൻ, ഇവിടെ ആ കഴിഞ്ഞ നാളുകളിലായിരുന്നുവല്ലോ, നാളെ കടന്നു പോകുന്നു. യാത്രയിലൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകേണ്ടതിന് പ്രത്യേക ദൈവദാസൻ പറഞ്ഞ വിഷയങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ, ആ വിഷയത്തിൻ്റെ മധ്യേ സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കേണ്ടതിനായിട്ടും മകൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആമേൻ, അതിനോട് ചേർന്ന് ചില വിഷയങ്ങളുടെ പ്രാർത്ഥനയ്ക്കായിട്ട് അറിയിക്കട്ടെ. നമ്മുടെ പ്രിയ വർഗീസ് പൗലോസ് ബ്രദറിൻ്റെ ഫാദറിലോ കഴിഞ്ഞ ദിവസം കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഇന്നലെ ഫ്യൂണറൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടക്കുവാൻ കർത്താവ് സഹായിച്ചു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ഭവനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പ്രിയ പ്രേംകുമാർ ബ്രദറിൻ്റെ മാതാവ് ഇന്നലെ വൈകിയ സമയത്ത് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഇന്ന് ഫ്യൂണറൽ രാവിലെ നടക്കുന്നു. സ്തോത്ര ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ഭവനത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ശുശ്രൂഷകളൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. വരുന്നയാഴ്ച നടക്കുന്ന നമ്മുടെ നാഷണൽ കോൺഫറൻസ്, സൺഡേ സ്കൂൾ ആനിവേഴ്സറി, ഇതെല്ലാം ഏറ്റവും അനുഗ്രഹമായി നടക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസനെ നമ്മുടെ സഭയ്ക്ക് വരുന്ന ആളുകളിൽ ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി നൽകി തരേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാമല്ലോ. തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു. പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിൽ കടന്നു വന്ന് അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച ശ്രേഷ്ഠകരമായ നല്ല അനുഭവങ്ങൾക്കായി കർത്താവെ ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചവട്ടം ഞങ്ങളുടെ ജോലിയിലും ഞങ്ങളുടെ ചിന്താഗതികളിലും ആയിരുന്നപ്പോൾ ഞങ്ങളെ കാത്തു പരിപാലിച്ചു. വരാമായിരുന്ന ആപത്തനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് കർത്താവ് ബലവും പറന്ന് ഞങ്ങളെ പ്രഭാതത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ ചുറ്റുമുള്ളവർ സകലരോടും കരുണ കാണിച്ച ഞങ്ങളുടെ നല്ല കർത്താവെ ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്ന പ്രഭാതത്തിൽ ആരാധനയ്ക്കായി അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുമ്പോൾ കർത്താവെ ഞങ്ങളുടെ വിഷയങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുകയാണ് കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ ഈ ദേശത്ത് മാനിച്ച കർത്താവിൻ്റെ വലിയ കരുണയ്ക്കായി നന്ദി. പ്രിയ റോബിനായി സ്തോത്രം. കർത്താവെ കുഞ്ഞി ദേശത്ത് കടന്നു വന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ കൂട്ടായ്മയോട് ചേർന്ന് നിന്ന് കർത്താവെ നിന്നിൽ സന്തോഷം പ്രാപിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കാൻ, ആത്മീയമായി ഭൗതികമായ നന്മകളെ പ്രാപിപ്പാൻ കർത്താവ് ഒരുക്കി കൊടുക്കുന്ന വലിയ നന്മകൾക്കായി അവൻ്റെ യൗവനത്തിൽ കർത്താവിനോട് ചേർന്ന് നിന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, മാതാപിതാക്കൾക്ക് ദേശത്തിന് ഒരു അനുഗ്രഹമായി തരുവാൻ കർത്താവെ നീ സഹായിക്കണം. അവൻ ആഗ്രഹിച്ചതുപോലെ ഒരു ജോലി ലഭിപ്പാൻ കർത്താവ് അവനോട് കരുണ കാണിച്ചു. സകല മഹത്വവും തിരുമേനിക്ക് കരയേറ്റുന്നു. കർത്താവെ ഞങ്ങൾ മതിയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനായി സ്തോത്രം. ഹല്ലേലൂയ. നിൻ്റെ വേല ചെയ്യുന്നതിൻ്റെ ദാസനെ കർത്താവെ നിൻ്റെ കൃപകയിൽ നീ വഹിക്കുന്ന അവിടുത്തെ കൃപകൾക്കായി സ്തോത്രം. കുടുംബത്തിനായി സ്തോത്രം. എൻ്റെ വേലയ്ക്കായി സ്തോത്രം.
സകലതും കർത്താവിൻ്റെ മഹത്വത്തിനായി തീർക്കണമേ. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഞങ്ങളുടെ കൂട്ട സഹോദരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അവരെ ആശ്വസിപ്പാനും ബലപ്പെടുത്തുവാനും അവിടുത്തെ സ്വർഗത്തിൻ്റെ വലിയ കൃപ കൊണ്ട് ഹല്ലേലൂയ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ പ്രത്യാശയോടെ വീണ്ടും ദിവസത്തിൽ നിൽപ്പാൻ ഹല്ലേലൂയ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സഭയുമായി നടത്തുന്ന ഞങ്ങളുടെ നാഷണൽ കോൺഗ്രസും ഞങ്ങളുടെ വിഷയങ്ങളെല്ലാം കർത്താവിൻ്റെ സ്ഥലത്തേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് അനുഗ്രഹവും പ്രത്യാശയും തരണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ അല്പസമയം അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ, ഞങ്ങൾ വചനത്തിന് മുൻപിലായിരിക്കുമ്പോൾ കർത്താവെ, ഇതിന് വലിയ കൃപ പകർന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥന. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ അപ്പ. അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകി ഞങ്ങളെ വിശുദ്ധീകരിച്ച് അവിടുത്തെ സന്നിധിയിൽ ഏകാഗ്രതയോടെ ഇരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾ കടന്നു വന്നത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറിയ നന്മ പ്രാപിച്ച് മടങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണം. ഏറിയ പ്രത്യാശയോടെ ഞങ്ങളെ നിർത്തണമേ. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടത് സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുപ്പച്ചൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഞാനും കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ശാരീരികമായി വേണ്ടത്ര സൗഖ്യമില്ലാതെ ആയിരുന്നു. ഇന്നലെ വൈകിട്ട് അമ്മേൻ ദൈവമക്കളെല്ലാം വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. കർത്താവ് അതിൻ്റെ ഫലമായി സൗഖ്യം നൽകുവാനായിട്ട് ഇടയായി. സ്തോത്രം. തുടർന്ന് ദൈവവചന ശുശ്രൂഷ ചെയ്യുമ്പോൾ പ്രിയ ദൈവമക്കളെല്ലാവരും എന്നോട് ചേർന്ന് സ്തോത്രം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഞാനിവിടെ കേൾക്കുന്നുണ്ട്, ഇടയ്ക്ക് ചെറിയ ചുമകളൊക്കെ കേൾക്കുന്നുണ്ട്. സ്തോത്രം. ഇപ്പോൾ ഈ ചുമയുടെ അസ്വസ്ഥത നല്ല രീതിയിൽ വ്യാപിക്കുന്നുണ്ട് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ആമേൻ, സ്തോത്രം. ബുദ്ധിമുട്ടൊന്നും കൂടാതെ ശുശ്രൂഷിപ്പാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് ആമേൻ ദൈവമക്കൾ പ്രാർത്ഥിക്കുക. നമുക്കെടുക്കാം 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം, അതിൻ്റെ 16, 17, 18 വാക്യങ്ങൾ, 3 വാക്യങ്ങൾ വായിക്കാമോ? 1 Thessalonians chapter 5 verses 16, 17 and 18. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ആമേൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. സ്തോത്രം. കർത്താവ് നമ്മെ എല്ലാവരെയും തെരഞ്ഞെടുത്ത് നിയമിച്ചാക്കിയിരിക്കുന്നത് ദൈവേഷ്ടം ചെയ്യുവാനായിട്ട്. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ച ഭാഗത്ത് ദൈവത്തിൻ്റെ ഹിതം, അവിടുത്തെ ഇഷ്ടം അവിടുന്ന് നമ്മോട് അറിയിച്ചിട്ടുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ച്, ദൈവ പൈതലിനെ സംബന്ധിച്ച്, ദൈവമക്കളെ സംബന്ധിച്ച് ആമേൻ പ്രധാനമായ 3 കാര്യങ്ങൾ തെസ്സലോനിക്ക സഭയോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ പൗലോസ് ദൈവേഷ്ടത്തെക്കുറിച്ച് പറയുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിലൊന്ന് എപ്പോഴും സന്തോഷിക്കണം. ആമേൻ. 2 ഇടവിടാതെ പ്രാർത്ഥിക്കണം. 3 എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. ആ 3 കാര്യം പ്രത്യേകം നാം ഒന്ന് ചിന്തിക്കുകയാണ്. 1, എപ്പോഴും പ്രാർത്ഥിക്കണം. എപ്പോഴും സന്തോഷിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം, എപ്പോഴും സന്തോഷിക്കണം. അപ്പം എപ്പോഴും സന്തോഷിക്കണമെന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. അപ്പം ഈ ദുഃഖം എന്നുള്ളത് നമ്മൾ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ്. എന്നാൽ സ്തോത്രം, ഈ ദുഃഖം സന്തോഷത്തിന് എതിരായിട്ട് വരുമ്പോൾ അത് ദൈവേഷ്ടത്തിനും എതിരായിട്ട് വരുന്നു എന്നുള്ളത് ഈ ഭാഗത്ത് നിന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ സന്തോഷം എന്ന് പറയുന്നത് ഗലാത്യ ലേഖനത്തിൽ ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സന്തോഷം എന്നത് ആത്മാവിൻ്റെ ഫലവും കൂടെയാണ്. ഒരു ദൈവ പൈതലിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുമ്പോൾ, ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ, ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദുഃഖത്തിനെതിരായിട്ടുള്ളൊരു സന്തോഷം കടന്നു വരുവാനിടയാകും. അപ്പം ഞാൻ ഈ ഭാഗം ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ പ്രിയപ്പെട്ടവർക്ക് സംശയം തോന്നാൻ കാര്യമുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് വിശദീകരണത്തിലേക്ക് പോകാം. റോമാലേഖനം 14-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്: ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അതിൻ്റെ അർത്ഥം നിത്യതയെക്കുറിച്ച് ബോധ്യമുള്ള വ്യക്തിക്ക്
ദുഃഖത്തിന്റെ അപ്പുറത്ത് ഒരു സന്തോഷമുണ്ട് എന്നുള്ളതാണ്. സ്തോത്രം. കേവലം ഭൗമികമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് അതിനകത്ത് പെട്ടുപോകുന്ന അവസ്ഥയല്ല. പകരം സ്തോത്രം അവർക്ക് എപ്പോഴും നിത്യതയെക്കുറിച്ച് ഒരു ബോധ്യമുള്ളത് കൊണ്ട് സ്തോത്രം ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നിത്യതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിൽ സന്തോഷം ലഭിക്കുവാനിടയാകും. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? എബ്രായ ലേഖനം 12:2 നാം വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അന്ന് വായിക്കാമോ? എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം. ശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. താൻ അപമാനം അലക്ഷ്യമാക്കി. ദുഃഖത്തിന്റെ സാഹചര്യമായി അപമാനം എന്ന് പറയുന്നത്, ക്രൂശ് എന്ന് പറയുന്നത് ദുഃഖത്തിന്റെ സന്തോഷത്തിന്റെ അനുഭൂതിയുണ്ട്. സ്തോത്രം. അതികഠിനമായ വേദനയിലൂടെ കടന്നു പോകുമ്പോഴും ശരീരമാസകലം മുറിവേറ്റ് സ്തോത്രം താൻ വേദനയുടെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവിടെ എഴുതി വെച്ചിരിക്കുകയാ തൻ്റെ മുൻപിൽ ഒരു സന്തോഷമുണ്ടായിരുന്നു. നാം വായിച്ച കുറിവാക്യം എപ്പോഴും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും സ്തോത്രം സന്തോഷിക്കണം. അതിൻ്റെ കാരണം സ്തോത്രം ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ദൈവ പ്രവർത്തി ഏതൊരു പ്രശ്നത്തിൻ്റെ അപ്പുറത്തുമുണ്ട്, ഏതൊരു പ്രതികൂലത്തിൻ്റെ അപ്പുറത്തുമുണ്ട് എന്ന ബോധ്യത്തോടു കൂടെ സന്തോഷിപ്പാനിടയാകണം. എന്തുകൊണ്ടാണ് കർത്താവ് ക്രൂശിൽ സന്തോഷിച്ചതിൻ്റെ കാരണം? ദൈവത്തിൻ്റെ ഹിതം തൻ്റെ ജീവിതത്തിലൂടെ നിറവേറിയത് കൊണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം തൻ്റെ ജീവിതത്തിലൂടെ നിറവേറിയത് കൊണ്ട് സ്തോത്രം താൻ ക്രൂശിൽ സന്തോഷിക്കുവാൻ ഇടയായി. ജീവിതത്തിൽ വേദനകളോ ദുഃഖമോ ഭാരമോ പ്രയാസമോ കടന്നു വരുമ്പോൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. ക്രൂശിൽ നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച, ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ആ ക്രൂശിൽ കടന്നപ്പോഴും നമ്മെ ഓർത്ത ആ കർത്താവിനെ ഓർത്ത് ആ കർത്താവിൻ്റെ പിൻഗാമികളെ നാം എന്നുള്ള ബോധ്യത്തോടുകൂടെ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ് നമ്മെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടെ അവയെ സന്തോഷിപ്പാനിടയായി തീരണം. സ്തോത്രം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53:10 നാം ഇങ്ങനെയല്ലേ വായിക്കുന്നത്? അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. അതിൻ്റെ അർത്ഥം സ്തോത്രം ദൈവത്തിൻ്റെ അറിവില്ലാതെ തൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. സ്തോത്രം. അവന് കഷ്ടം വരുത്തി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നാം പലപ്പോഴും ചിന്തിക്കാറുണ്ടാകും, കർത്താവെ അങ്ങ് അറിയുന്നില്ലേ, എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യം അങ്ങ് അറിയുന്നില്ലേ? എന്നാൽ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയാം, നമ്മുടെ കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. വിശ്വസിക്കുന്ന ദൈവ മക്കൾക്ക് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തുകൊണ്ട് പറയാമോ, കർത്താവെ അങ്ങറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാത്തത് കൊണ്ട് സ്തോത്രം ഞാൻ എല്ലായ്പ്പോഴും സന്തോഷിക്കുന്ന ഒരു വ്യക്തിയായി. ഹല്ലേലൂയ. കർത്താവിൻ്റെ ക്രൂശിലെ സന്തോഷം പിതാവ് തന്നെ ഈ ഭൂമിയിലേക്ക് അയച്ച ആ പ്രവൃത്തി തികച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് എബ്രായ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കുന്നത്, അനേകം പുത്രന്മാരെ അവിടുന്ന് തേജസ്സിലേക്ക് എന്ത് ചെയ്തു? നയിച്ചു. സ്തോത്രം. അനേകം പുത്രന്മാരെ എന്തായിരുന്നു? സ്തോത്രം. താൻ ആ ക്രൂശിൽ കിടന്ന സന്തോഷം, ആ വേദന അനുഭവിക്കുമ്പോഴും അപമാനം സഹിക്കുമ്പോഴും ആ ക്രൂശിനെ സഹിക്കുമ്പോഴും താൻ ഒരു കാര്യം മാത്രമേ ചിന്തിച്ചുള്ളൂ, അനേക പുത്രന്മാരെ തേജസ്സിൻ്റെ അനുഭവത്തിലേക്ക്, അവിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് നയിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സാഹചര്യം. സ്തോത്രം. അങ്ങനെയെങ്കിൽ ആ ക്രിസ്തുവിനെ നോക്കുന്നവർ, ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ സ്തോത്രം തിരുവെഴുത്തിലെ അപ്പോസ്തലന്മാർ, പഴയ നിയമ ഭക്തന്മാർ ആ കഷ്ടതയുടെ അനുഭവങ്ങളിൽ ആ ക്രൂശിനെ നോക്കിയത് കൊണ്ട്, ആ ക്രൂശിൽ നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച യേശുവിനെ നോക്കിയത് കൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ സന്തോഷം കടന്നു വരുവാനായിട്ടിടയായി.
അതുകൊണ്ടാണ് കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയിൽ കിടക്കുമ്പോഴും അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങളെപ്പോഴും സന്തോഷിക്കുന്നവരാകണം. സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ. ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ സന്തോഷിപ്പീൻ. എന്താ കാരണം? സ്തോത്ര, ക്രൂശിൽ കഷ്ടം അനുഭവിച്ചവൻ്റെ സ്തോത്രം കഷ്ടതയുടെ പിന്നിൽ താൻ അനുഭവിച്ച സന്തോഷത്തെ അവിടുന്ന് കാണുകയാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം വ്യക്തതയോടെ വിളിച്ചു പറയാം, പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ഒരു കഷ്ടതയുണ്ടെങ്കിൽ അതിനപ്പുറത്ത് ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു സന്തോഷമുണ്ട്. ഒരു വേദനയുണ്ടെങ്കിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷമുണ്ട് എന്ന ബോധ്യത്തോടെ ഇന്ന് പകൽക്കാലവും നാം ദൈവസന്നിധിയിൽ ഇരിക്കുന്നു എങ്കിൽ സന്തോഷത്തിൻ്റെ അനുഭൂതി ആസ്വദിപ്പാൻ ഇന്ന് പകൽക്കാലവും നമുക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തനം 16:11 നാം ഇങ്ങനെ വായിക്കുന്നേ, ആ ഭാവം കൊണ്ടൊന്ന് എടുത്ത് വായിക്കാമോ? സങ്കീർത്തനം 16:11. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷപരിപൂർണതയും, നിന്റെ സന്നിധിയിൽ സന്തോഷപരിപൂർണതയും, നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. സ്തോത്രം. എന്നും പ്രമോദങ്ങളും ഉണ്ട്. സ്തോത്രം. ആ സന്തോഷത്തിൻ്റെ പരിപൂർണത അത് ദൈവസന്നിധിയിൽ മാത്രം ലഭിക്കുന്നതാ. ആ ക്രൂശിനെ നോക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്നതാ. ആ യേശുവിനെ ധ്യാനിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്നതാ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാർത്ഥമായി വിളിച്ചു പറയാം, പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, ആ സന്തോഷത്തിൻ്റെ പരിപൂർണതയെ അനുഭവിച്ചുകൊണ്ട് വേണം നാം ഈ ആലയം വിട്ട് പുറത്തേക്ക് പോകുവാൻ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൻ്റെ തലങ്ങളിൽ പലപ്പോഴും വേദനകളും ഭാരങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ, സ്തോത്രം, നാം പലപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ ആമേൻ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാ. നാം പറയും, ആമേൻ, ഞാൻ കടന്നുപോയ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന മറ്റൊരു വ്യക്തിയുമില്ല, ഞാൻ കടന്നുപോയ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന മറ്റൊരു സ്തോത്രം വ്യക്തികളും ഈ ഭൂമിയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തെ പോലും സ്തോത്ര കർത്താവ് പറയുന്ന, നമ്മെ അറിയിക്കുന്ന ദൈവവചനത്തിലൂടെ നമ്മോട് വിളിച്ചു പറയുന്ന ഒരു കാര്യം, അവിടുത്തെ സന്നിധിയിൽ നാം സന്തോഷത്തിൻ്റെ പരിപൂർണതയെ അനുഭവിക്കുന്നവരാകണം. സ്തോത്രം. ആ വലത്തുഭാഗത്തെന്നും പ്രമോദങ്ങളും ഉണ്ട്. വലതുഭാഗം എന്നുള്ളത് ആദരവിനെ കാണിക്കുന്നതാ. ആ വലതുഭാഗം എന്നുള്ളത് മഹിമയെ കാണിക്കുന്നതാ. എബ്രായ ലേഖനം 1:3 വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നുണ്ട്, സ്തോത്രം, കർത്താവ് ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നു. അതൊരു അധികാരത്തിൻ്റെ സ്ഥാനമാ. സ്തോത്രം. അതൊരു ശക്തിയുടെ സ്ഥാനമാ. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആമേൻ, ഈ വലത്ത് ഭാഗത്ത് മഹിമയുടെ തേജസ്സിലിരിക്കുന്ന കർത്താവിനെ നോക്കിക്കൊണ്ട് ഇന്ന് പകൽക്കാലവും നമുക്ക് വിളിച്ചു പറയാം, സ്തോത്രം, അതെ, ആ കർത്താവിനെ നോക്കുന്ന ഏതൊരു വ്യക്തിയെയോ സ്തോത്ര കഷ്ടതയിൽ സന്തോഷിപ്പാനിടയാകും. ആ കർത്താവിനെ നോക്കുന്ന ഏതൊരു വ്യക്തിയോ ദുഃഖത്തിൽ സന്തോഷിപ്പാനിടയാകും. അതുകൊണ്ട് വചനം ആവർത്തിച്ച് പറയുന്നത്, എപ്പോഴും സന്തോഷിപ്പീ. സ്തോത്രം. എങ്ങനെയാണ് ആമേൻ? സ്തോത്രം. നമ്മുടെ അരുമനാഥൻ നാം ഇപ്പോൾ പറഞ്ഞ എബ്രായ ലേഖനം 1:3 പറഞ്ഞ സ്തോത്രം, കർത്താവ് ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ആമേൻ ഇരിക്കുന്ന അധികാരത്തിൻ്റെ സ്ഥാനം, ആ ശക്തിയുടെ സ്ഥാനം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആമേൻ എബ്രായ ലേഖനം 1:3 തന്നെ ഇങ്ങനെ പറയുക, അവിടുന്ന് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം സ്തോത്രം മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയാ. ആമേൻ. അതാണ് പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ പ്രധാന ലക്ഷ്യം. സ്തോത്രം. പാപമറിയാത്തവൻ സകല മനുഷ്യരുടെയും മാനവജാതിയുടെയും പാപത്തിന് പരിഹാരം വരുത്തുക എന്നുള്ളതാണ്. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് പറയാം, ഞാൻ നോക്കുന്നത് ആ സന്തോഷത്തിൻ്റെ പരിപൂർണതയിലേക്കാണ്. ഞാൻ നോക്കുന്നത് സ്തോത്രം ആ സന്തോഷത്തിൻ്റെ സ്തോത്രം വലതു ഭാഗത്തേക്കാണ് ഞാൻ നോക്കുന്നത്. അതുകൊണ്ട് വേദനയുടെ മധ്യത്തിൽ ഒരു സന്തോഷം എൻ്റെ ഉള്ളിലുണ്ട്. യോഹന്നാൻ 16:24 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അപേക്ഷിപ്പീൻ. ആ വാക്യം ഒന്നെടുത്തു. ഇന്നുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. ഇന്നുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം
നിങ്ങൾക്ക് ലഭിക്കും. ഈ സന്തോഷത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം കർത്താവ് തന്നെ പറയുക, നിങ്ങൾ ഇന്ന് വരെ എന്നോട് എന്ത് ചെയ്തിട്ടില്ല, എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. നിങ്ങളൊന്ന് അപേക്ഷിച്ചു നോക്കിക്കേ. സ്തോത്രം. ഒന്നും കൂടെ വ്യക്തമാക്കിയ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് ഇരുന്ന് നോക്കിക്കേ. സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി നോക്കിക്കേ. അവൻ ആ കർത്താവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. അവനോട് നമ്മുടെ ആവശ്യങ്ങളൊന്ന് പറഞ്ഞ്, നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളോ കർത്താവിനോട് പറഞ്ഞ്, അപ്പോൾ സന്തോഷത്തിൻ്റെ പരിപൂർണത ആസ്വദിക്കും വരെ അവൻ നമ്മൾക്ക് നൽകുവാൻ തക്കവണ്ണം ശക്തനായ ഒരു കർത്താവുണ്ട്. സ്തോത്രം. അങ്ങനെയെങ്കിൽ സന്തോഷത്തിന് പ്രാർത്ഥന ആവശ്യമാ. സ്തോത്രം. സന്തോഷത്തിന് ദൈവസന്നിധിയിൽ മുട്ടുമടക്കേണ്ടത് ആവശ്യമാ. അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത്, ദൈവത്തിന്റെ മുൻപിൽ മുട്ടുമടക്കുന്ന ഒരു വ്യക്തി പോലും മനുഷ്യരുടെ മുമ്പിൽ തലകുനിക്കുവാൻ നമ്മുടെ കർത്താവ് അനുവദിക്കുന്ന ദൈവമല്ല. സ്തോത്രം. സകലത്തിനും മതിയായവൻ, സകലത്തിനും മതിയായ കർത്താവ്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനായ കർത്താവ് ഇന്ന് പകലും നമ്മുടെ മധ്യേ ഉണ്ട് എന്ന് ഉത്തമ ബോധ്യത്തോടു കൂടെ ദൈവസന്നിധി നമുക്കായിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ഈ സന്തോഷത്തിൻ്റെ പരിപൂർണത നാം ആസ്വദിക്കുന്നതിന് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിട്ടിട്ട് അടുത്ത ഭാഗത്തേക്ക് വരാം. സന്തോഷത്തിൻ്റെ പരിപൂർണത നാം ആസ്വദിക്കേണ്ടതിന് ആ പരിശുദ്ധാത്മാവിനെ നാം യഥാർത്ഥമായി പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. റോമാലേഖനം 14-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. പരിശുദ്ധാത്മാവിൽ സന്തോഷവും അല്ലേ. പരിശുദ്ധാത്മാവിനെ യഥാർത്ഥമായി പ്രാപിച്ചിട്ടുള്ള വ്യക്തിക്ക്, സ്തോത്രം, സകല സത്യത്തിലും വഴി നടത്തുന്ന, അവൻ തൻ്റെ ജനത്തിന് നീതിബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുള്ള വ്യക്തി ആ പരിശുദ്ധാത്മാവിൽ സന്തോഷം അനുഭവിച്ചു കൊണ്ടേയിരിക്കും. തൻ്റെ ജീവിതത്തിൻ്റെ ഏത് തലങ്ങളിലും ആമേൻ സ്തോത്ര സന്തോഷം അനുഭവിച്ചു കൊണ്ടേയിരിക്കും. ഒന്നും കൂടെ ഞാൻ ആവർത്തിച്ച് പറയാം, പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, കടന്നു പോകുന്ന സാഹചര്യത്തിനപ്പുറത്ത് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പുതുവഴിയുണ്ട് എന്ന തിരിച്ചറിവോടെ കൂടെ സ്തോത്രം ആമേൻ അവർ പരിശുദ്ധാത്മാവിൽ സന്തോഷം അനുഭവിക്കുന്നവരായിരിക്കും. അങ്ങനെ ഇത് പകൽക്കാലം ആ സന്തോഷത്തിൻ്റെ പരിപൂർണതയെ ആസ്വദിപ്പാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കാം, എപ്പോഴും സന്തോഷിപ്പി. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവൻ ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യണം? സന്തോഷിക്കണം. നമുക്ക് സന്തോഷിപ്പാൻ അടുത്തൊരു വക അമ്മ നമ്മുടെ പേരെവിടെ എഴുതിയിരിക്കുക? സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് നാം സന്തോഷിക്കുന്നവരാകണം. 1 പത്രോസ് ലേഖനം 4:12 നാം വായിക്കുന്നത്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും സന്തോഷിക്കുകയാ. സ്തോത്രം. ക്രിസ്ത്യാനിയായിട്ട് കർത്താവിന് വേണ്ടി നിലകൊണ്ടിട്ട് സ്തോത്രം ആ ക്രൂശിനെ ധ്യാനിക്കുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ കഷ്ടം എന്ത് കടന്നു വന്നാലും അതിൻ്റെ മധ്യത്തിലും ഞാൻ സന്തോഷിക്കുന്നവനാണ്. അതുകൊണ്ട് 2 കൊരിന്ത്യർ ലേഖനം 6:10 വായിക്കുന്നത്, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ. ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നു. അങ്ങനെയെങ്കിൽ എപ്പോഴും സന്തോഷിക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകി തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. 2, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. പ്രാർത്ഥിപ്പാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഘടകം, ദൈവം പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളതാണ്. ആമേൻ. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ആലയത്തിനൊരു പേരുണ്ട്, പ്രാർത്ഥനാലയം. സ്തോത്രം. അപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കണം, ദൈവവുമായിട്ട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മുടെ കുറിവാക്യത്തിൽ സ്തോത്രം ഇപ്രകാരം വായിച്ചത്, ഇടവിടാതെ പ്രാർത്ഥിക്കണം.
പ്രാർത്ഥിക്കുന്നതിന് ഗ്യാപ്പ് ഉണ്ടാകരുത്. ഏത് സമയത്തും ദൈവമായിട്ടുള്ള സംഭാഷണത്തിൽ ദൈവമക്കളായിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാ. ഇതല്ലോ അമേ സ്തോത്രം അവിടുന്ന് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടെ ആവർത്തിച്ച് അമേ ദൈവമക്കളോട് വിളിച്ചു പറയട്ടെ, ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ദൈവമക്കൾക്ക് ഉണ്ടെങ്കിൽ അമേ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവ്, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന കർത്താവ് ഇന്ന് പകൽക്കാലവും നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ മതിയായവനാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും അവൻ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ വേണ്ടതുപോലെ പ്രാർത്ഥിപ്പാൻ നമുക്കറിയാതെ വരുമ്പോൾ അവൻ അവിടുന്ന് നമുക്ക് വേണ്ടി സഹായകനായി പരിശുദ്ധാത്മാവിനെ അയച്ചിട്ടുള്ളത് കൊണ്ട് ആ പരിശുദ്ധാത്മാവ് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ധൈര്യത്തോടെ പറയുവാനായിട്ട് കഴിയട്ടെ. അതെ, പലപ്പോഴും എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയത്തില്ലെങ്കിൽ പോലും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് ഉണ്ട്. സ്തോത്രം. എന്റെ പ്രാർത്ഥനകളെ, എന്റെ അപേക്ഷകളെ സ്വർഗത്തിൽ എത്തിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സഹായവും എന്നോട് കൂടെയുണ്ട്. സ്തോത്രം. എഫെസ്യ ലേഖനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നാം ഇങ്ങനെയാ വായിക്കുന്നത്, ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. സ്തോത്രം. അതിൻ്റെ അർത്ഥം വീണ്ടും ആവർത്തിക്കുകയാ, ഇടവിടാതെ പ്രാർത്ഥിക്കണം. സ്തോത്രം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സകല വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. ആത്മാവിൽ പ്രാർത്ഥിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, പൂർണ്ണ സ്ഥിരതയോടെ പ്രാർത്ഥിക്കണം. ഇന്ന് പകൽ സ്തോത്രം പറയട്ടെ പ്രിയ ദൈവപൈതലേ, ആമേൻ, പ്രാർത്ഥിക്കുന്ന ആമേൻ ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആമേൻ, കേവലം ഒരല്പസമയത്തെ പ്രാർത്ഥനയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇടവിടാതെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ആമേൻ, നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവങ്ങളാണ്. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ആമേൻ ആരെങ്കിലും ദൈവം എഴുന്നേൽപ്പിക്കും പ്രാർത്ഥിക്കാനായിട്ട്. എല്ലാ ഭവനങ്ങളിലും കാണാം, ഒന്നെങ്കിൽ ഒരു മാതാവായിരിക്കും, അല്ലെങ്കിൽ ഒരു പിതാവായിരിക്കും. സ്തോത്രം. പ്രാർത്ഥിക്കാൻ എഴുന്നേൽപ്പിക്കും. സ്തോത്രം. അവരുടെ പ്രാർത്ഥനയുടെ ഫലമാ സ്തോത്രം നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന മാതാക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക, പ്രാർത്ഥിക്കുന്ന പിതാക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അവരുടെ കണ്ണുനീരിൻ്റെ ഫലമാ സ്തോത്രം. അവർ ദൈവസന്നിധിയെ മുട്ടുമടക്കിയതിൻ്റെ ഫലമാ, അവർ ദൈവസന്നിധിയിൽ ഉപവാസം ഇരുന്നതിൻ്റെ ഫലമാ ഇന്ന് പകലും നാം അനുഭവിക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം പ്രിയ ദൈവമക്കൾ ആ തിരിച്ചറിവോട് കൂടെ അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ ഇന്ന് പകൽക്കാലവും നമുക്ക് കഴിയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 126 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ നാം അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ. ആമേൻ. ഏത് കാലത്തൊരു കണ്ണുനീർ ഉണ്ടായിട്ടുണ്ടോ പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, അതിൻ്റെ അപ്പുറത്ത് ഒരു ആർപ്പോടെ വിതയ്ക്കുന്ന ഒരു അനുഭവം, അമ്മ കൊയ്യുന്ന ഒരു അനുഭവമുണ്ട്, ഒരു കൊയ്ത്തുണ്ട്. അമ്മൻ എന്ന് കണ്ണുനീരിൻ്റെ അനുഭവം ഉണ്ടായാലും അതിൻ്റെ അപ്പുറത്ത് ഒരു ആനന്ദത്തിൻ്റെ അനുഭവമുണ്ട് എന്ന യാഥാർത്ഥ്യം മറന്നു പോകാതെ ഇന്ന് പകൽക്കാലമോ സ്തോത്ര പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയത്തെ വേർതിരിച്ചുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ പറയാം, അവയെ ഞാൻ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഞാൻ കണ്ണുനീർ ഒഴുക്കിയിട്ടുണ്ടെങ്കിൽ ആ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെച്ച എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഉണ്ട്. Praise the Lord. Hallelujah. നാം കണ്ടതുപോലെ നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവോളം തരുവാൻ കഴിയുന്ന നമ്മുടെ കർത്താവിൻ്റെ മുൻപിൽ നാം മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നവരാകണം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ആമേൻ സ്തോത്രം പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ 18-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ ആരംഭ വാക്യങ്ങളിൽ മടുത്തുപോകാതെ പ്രാർത്ഥിക്കണമെന്നുള്ളതിന് കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ. ആ ന്യായാധിപൻ്റെ മുൻപിൽ ഒരു വിധവയുടെ അപേക്ഷ. സ്തോത്രം. ആമേൻ. ഈ ന്യായാധിപന് ദൈവത്തെ ഭയമില്ല, ദൈവത്തെക്കുറിച്ചൊരു ചിന്തയില്ല,
മനുഷ്യനെ ഒരു ശങ്കയുമില്ല, മനുഷ്യനെ കുറിച്ച് ഒരു ചിന്തയില്ല. സ്തോത്രം. പക്ഷേ ആമേൻ, ഈ വിധവയായ സ്ത്രീ ആമേൻ ഇടവിടാതെ മുട്ടിക്കൊണ്ടിരുന്നത് കൊണ്ട് സ്തോത്രം, അവിടെ ആ ന്യായാധിപൻ അവൾക്ക് വേണ്ടി സ്തോത്രം ആമേൻ ഉചിതമായ കാര്യം ചെയ്യുവാനായിട്ട് ഇടയായതായിട്ട് നാം അവിടെ വായിക്കുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ അതിൻ്റെ അവസാനം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുകയാ, ദൈവമോ രാപ്പകൽ, ആ ഭാഗം വിട്ടുകളയരുത്, ദൈവമോ രാപ്പകൽ, ബാക്കി എന്ത് മറന്നുപോയാലോ ഇടവിടാതെ പ്രാർത്ഥിക്കണം. ഈ ഉദാഹരണം, ഈ ഉപമ കർത്താവ് പറഞ്ഞിട്ട് അതിൻ്റെ അവസാനം പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ദൈവമോ രാവും പകലും അവൻ ഇടവിടാതെ സ്ഥിരതയോടെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ സ്തോത്രം ആമേൻ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? സ്തോത്രം. കർത്താവിനൊരു സമയമുണ്ട്. അവിടുത്തെ സമയത്ത് അവിടുത്തെ പ്രവർത്തി കൃത്യതയോടെ തന്റെ ജനത്തിന് വേണ്ടി വെളിപ്പെടുത്തു. സ്തോത്രമാമേ, ഞാൻ നിന്ദിതരാകുവാൻ കർത്താവ് അനുവദിക്കുകയില്ല. സ്തോത്രം. നാം അപമാനിതരാകാൻ കർത്താവ് അനുവദിക്കുകയില്ല എന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവമക്കള് ആ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തിട്ട് പറഞ്ഞാട്ടെ, രാപ്പകൽ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന തന്റെ വൃദ്ധന്മാർക്ക് വേണ്ടി, ഇലക്ടഡ് വൺസിന് വേണ്ടി, അവിടുന്ന് നിയമിക്കപ്പെട്ടവർക്ക് വേണ്ടി, തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് പ്രവർത്തിപ്പാൻ മതിയായ കർത്താവ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ രണ്ടാമത്തെ ഭാഗം, ഇടവിടാതെ എന്ത് ചെയ്യണം? ഒന്ന്, എപ്പോഴും സന്തോഷിക്കണം. രണ്ട്, ഇടവിടാതെ പ്രാർത്ഥിക്കണം. അതിൻ്റെ മൂന്നാമത്തെ ഭാഗത്തേക്കും കൂടെ വരികയാ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. ഇൻ എവറിതിങ് ഗീവ് താങ്ക്സ്. എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. കൊലോസ്യ ലേഖനം എന്നെടുക്കാം, 1-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. അതെ. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയോട് പറയുക, നിങ്ങൾക്ക് സ്തോത്രം ചെയ്യാൻ കാരണമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം ക്രിസ്തു മുഖാന്തരം നമ്മെ വിടുവിച്ചു. അതിന് നിങ്ങൾ സ്തോത്രം ചെയ്യണം. അതുമാത്രമല്ല, തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി സ്തോത്രം നിങ്ങളെ വെച്ചിരിക്കുന്നത് കൊണ്ട് ആ പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. അതെ, ഇന്ന് പകൽ ഞാൻ ദൈവസന്നിധി കടന്നു വന്നിരിക്കുമ്പോൾ നമുക്ക് സ്തോത്രം ചെയ്യാൻ കാരണങ്ങളുണ്ട്. നമ്മൾ പറയുന്ന പോലെ ആരാധിപ്പാൻ കാരണമുണ്ട്, സ്തുതിക്കാൻ കാരണമുണ്ട്. നാം വെറുതെ അല്ല ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് സ്തോത്രം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, യാതൊരു യോഗ്യതയുമില്ലായിരുന്ന, യാതൊരു അവകാശവും ഇല്ലാതിരുന്ന നമ്മളെ ക്രിസ്തുവിന് കൂട്ടവകാശികളാക്കി തീർത്ത ആ ദൈവ സ്നേഹത്തെ ഓർക്കുമ്പോൾ, ആ ദൈവരാജ്യത്തിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്നതിനെ ഓർക്കുമ്പോൾ, ആ പുത്രത്വത്തിന്റെ അവകാശം നമുക്ക് നൽകിയത് ഓർക്കുമ്പോൾ, ദൈവ മക്കൾ എന്നുള്ള അവകാശം നമുക്ക് നൽകിയത് ഓർക്കുമ്പോൾ, ആ സ്വർഗത്തിൽ നമ്മുടെ പേര് എഴുതിയിരിക്കുന്നത് നാം ഓർക്കുമ്പോൾ, ഹല്ലേലൂയ, സ്വർഗത്തിൽ നമുക്ക് പൗരത്വം നൽകിയതിനെ നാം ഓർക്കുമ്പോൾ, ആമേൻ, എത്ര സ്തോത്രം ചെയ്താൽ മതിയാവും. ആമേൻ. അതുകൊണ്ടാണ് പറയുന്നത്, സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. ആമേൻ. നന്ദിയുള്ള ഹൃദയത്തിൽ നിന്നും മാത്രമേ സ്തോത്രം ഉയരത്തുള്ളൂ. ആമേൻ. അങ്ങനെ ഹൃദയത്തിൻ്റെ അകത്ത ആമേൻ ദൈവ സ്നേഹത്തെക്കുറിച്ചുള്ള ആമേൻ ആ നന്ദി ഉയരുമ്പോൾ, അറിയാതെ അധരങ്ങളിൽ നിന്ന് സ്തോത്രം ഉയരുവാനിടയാകും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ആമേൻ, സ്തോത്രം. നമുക്ക് ഒരു വ്യക്തി, ഈ ഭൂപരപ്പിൽ, ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ചെറുതോ വലുതോമായ ഏതെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ നാം പറയും, സ്തോത്രം, ആ വ്യക്തിയോട് ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ കടപ്പെട്ടിരിക്കുകയാണ്. കാരണം സ്തോത്രം, എൻ്റെ ജീവിതത്തിൽ
സ്തോത്രം, വലിയൊരു പ്രയാസത്തിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ, വലിയൊരു ഭാരത്തിലൂടെ കടന്നുപോയപ്പോൾ എനിക്ക് കരം പിടിച്ച് എന്നെ താങ്ങി നിർത്തിയത് ആ വ്യക്തിയായതുകൊണ്ട് സ്തോത്രം, ആ വ്യക്തിയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയാറില്ലേ? അങ്ങനെയെങ്കിൽ സ്തോത്രം, കേവലം ഈ ഭൂമിയിലെ ജീവിതത്തിനപ്പുറമായി ഒരു നിത്യതയുടെ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ നൽകിയ, ആ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ നൽകിയ, പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ച ആ ദൈവ സ്നേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ആ ഹൃദയത്തിന്റെ അകത്ത് നന്ദി നിറഞ്ഞു കഴിയുമ്പോൾ അറിയാതെ നാം സ്തോത്രം ചെയ്യുന്നവരായി തീരുകയല്ലേ? സ്തോത്രം. അതുകൊണ്ടല്ലേ നാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് പൗലോസ് ശീലാസോ ശരീരം ആസക്കലം മുറിവേറ്റവരായി കയ്യും കാലും ആമത്തിലിട്ട് പൂട്ടിയവരായി നിൽക്കുമ്പോഴും സ്തോത്രം, അവിടെ കിടന്നുകൊണ്ട് പൗലോസും ശീലാസും ദൈവത്തെ പാടി സ്തുതിച്ചെന്നാണ് നാം വായിക്കുന്നത്. എന്താ അതിൻ്റെ കാരണം? കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും അവർക്കൊരു കാര്യം അറിയാം. സ്തോത്രം, ഞങ്ങളെ വീണ്ടെടുത്ത ഒരു കർത്താവുണ്ട്. സ്തോത്രം, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ഈ കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ ഒരു കാരാഗ്രഹ പ്രമാണിയുടെ മാനസാന്തരമുണ്ട്. സ്തോത്രം, എന്നെ ഈ കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത് പാടി സ്തുതിക്കും. സ്തോത്രം. അതുകൊണ്ട് റോമാലേഖനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നേ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും ഒരിക്കൽ കൂടെ എല്ലാ പ്രിയപ്പെട്ടവരും ആ വാക്യം ഒന്ന് ആവർത്തിക്കാമോ? എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും. പൗലോസേ, ശീലാസേ കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയിൽ കിടന്നാൽ സ്തോത്രം, ഒരു കാരാഗ്രഹ പ്രമാണിയുടെ മാനസാന്തരത്തെ ദൈവം കാണുകയാ. സ്തോത്രം, അവൻ നിന്നെ അവിടെ ആക്കി വെച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. സ്തോത്രം, അതുകൊണ്ട് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു കർത്താവ്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലൂടെ കടന്നുപോയാലും അതിനപ്പുറത്ത് തന്റെ ജനത്തിന് വേണ്ടി ദൈവം ഒരു നന്മ ഒരുക്കിയിട്ടുണ്ടെന്ന വിശ്വാസത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുവാനിടയാകണം. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പറയാം, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവേ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ട. ആ ദൈവേഷ്ടം നിറവേറ്റുവാൻ എപ്പോഴും സന്തോഷിച്ചുകൊണ്ട്, ഇടവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാറ്റിനും സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവേഷ്ടം നിറവേറ്റുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കേൾക്കപ്പെട്ട ദൈവികാലോചനയ്ക്ക് മുമ്പാകെ ഒരു നിമിഷം നമ്മെ ഒന്ന് സമർപ്പിക്കാം. എപ്പോഴെങ്കിലും സന്തോഷം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം, കർത്താവേ, ആ സന്തോഷത്തിൻ്റെ അനുഭവം, ആ സന്തോഷത്തിൻ്റെ പൂർണ്ണത അതവിടുന്ന് എനിക്ക് നൽകി തരണമേ. പ്രാർത്ഥന കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് ഇടവിടാതെ രാവും പകലും പ്രാർത്ഥിപ്പാൻ കർത്താവെ സഹായിക്കണമേ. സ്തോത്രം ചെയ്യുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാൻ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നന്മ കണ്ടുകൊണ്ട് സ്തോത്രം ചെയ്യുവാൻ കർത്താവെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമേ, കേൾക്കപ്പെട്ട വചനത്തിനായ സ്തോത്രം. വചനത്തിനു മുമ്പാകെ അടിയനെയും അവിടുത്തെ ജനത്തെയും സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കർത്താവ് ഞങ്ങൾക്ക് ഏറെ പ്രയോജനകരമായി തീരുന്നത് കൊണ്ട് സ്തോത്രം. മാനവും മഹത്വം അങ്ങേക്ക് മാത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. തുടർന്ന് നാം തിരുമേശയിലേക്ക് പ്രവേശിക്കുകയാണ്. തിരുമേശയിൽ നിന്ന് ഭാഗവാക്കുകളാകുന്ന പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. സ്തോത്ര നേതൃത്വം നൽകുന്ന കർത്താവിൻ്റെ ദാസന്മാരും കൂടെ മുമ്പോട്ട് കടന്നു വരുമല്ലോ. കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷകനായി ജീവിതത്തിൽ അംഗീകരിച്ച് കർത്താവിന് വേണ്ടി നമ്മെ ജീവിക്കുന്ന ഏതൊരു ദൈവ പൈതലിനും ഈ